ഒരു ഔട്ടിങ് വന്നേക്കുകയാണ്. ഈ തവണ വന്നിരിക്കുന്നത് പാണിയേലി പോരിലുള്ള വിസ്പെയറിംഗ് എന്ന് പറയുന്ന റിസോർട്ടിലാണ്. അപ്പോൾ വിസ്പെയറിംഗ് റിസോർട്ടിൽ നമ്മൾ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ വേറെ 1-2 വ്യൂ പോയിന്റുകൾ കൂടിയുണ്ട്. അപ്പോൾ ഈ വീഡിയോയുടെ ഒപ്പം നമുക്ക് അതും കൂടി കാണാം കേട്ടോ. അനിലായിരുന്നു ഇന്ന് ഞങ്ങളുടെ സാരഥി എന്ന് പറയുന്നത്. അനിലിനാണ് ഈ തവണത്തെ ഞങ്ങൾ 10ഓളം ബാച്ചുകൾ ചേർന്നിട്ടാണ് കേട്ടോ ഇന്ന് ഈ ട്രിപ്പ് വന്നത്. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ അനിലാണ് ഈ 10 ട്രിപ്പിനെയും നയിച്ചത്. അല്ല, ഒരു ദിവസം മാറിയില്ലേ? ഒരു ദിവസം അനിലിന്റെ ഔട്ടിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ദിവസം അന്നാരായിരുന്നു മണികണ്ഠൻ. മണികണ്ഠൻ എന്ന് പറഞ്ഞ ആളായിരുന്നു അന്ന് ഡ്രൈവ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ വിസ്പെയറിംഗ് റിസോർട്ടിനെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്കാണ് ഇൻട്രോ എടുത്തത്. അപ്പോൾ നമുക്കൊരു കാര്യം കൂടി, നമ്മളിങ്ങോട്ട് വന്ന വഴികളും കുറച്ച് ഉല്ലാസങ്ങളും അല്ലേ, വണ്ടിയിൽ ഞങ്ങൾ പോരുമ്പോൾ സ്വാഭാവികമായിട്ട് ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അതൊക്കെ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഓക്കെ. പെരുമ്പാവൂർ കോതമംഗലം റൂട്ടിലെ കുറുപ്പംപടിയിൽ നിന്ന് നമ്മൾ തിരിഞ്ഞു നേരെ വേങ്ങൂർ പഞ്ചായത്തിലൂടെ ഏകദേശം ഒരു 15 കിലോമീറ്ററോളം നമ്മൾ പോന്നു കഴിഞ്ഞാൽ ഈ ഒരു ജംഗ്ഷനിൽ നമ്മൾ എത്തിച്ചേരും. ഇവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ പാണിയേലി പോര് എന്ന എക്കോ ടൂറിസം പ്ലേസിലേക്കും, ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്തേണ്ട ഈ ഒരു റിസോർട്ടിലേക്കും, ഇതുവഴിയിലൂടെ നമുക്ക് ഈ റിസോർട്ടിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നതാണ് കേട്ടോ.
ഹോട്ടലിനകത്തുള്ള ആക്ടിവിറ്റീസ്. അപ്പൊ നമ്മള് ബസ്സിൽ വരുമ്പോ നന്നായിട്ട് ആടി തിമിർത്ത് വന്ന വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടില്ലേ? പക്ഷെ അതിന്റെ ഒറിജിനൽ ആയിട്ടുള്ള പാട്ടുകൾ അവര് ഇട്ട് കളിച്ചതൊന്നും നമുക്ക് ഇതിനകത്ത് ഇടാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് കോപ്പി റൈറ്റ് കിട്ടും. പക്ഷെ നമുക്ക് ഇപ്പോൾ മറ്റുള്ള ഏതെങ്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ പാട്ടുകൾ അങ്ങനെ തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് അത് ഇടാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം വിശാലമായ ഒരു ഏരിയ തന്നെയാണ് വിസ്പെയറിംഗ് വാട്ടർ എന്ന് പറയുന്ന ഈ റിസോർട്ട്. പാണിയേലി പോരുങ്ങടയും കൂടി ഉൾപ്പെടെ ഉള്ള ഒരു ടിക്കറ്റൊക്കെയാണ് ഇവർ കൂടുതലും ഇഷ്യൂ ചെയ്യുന്നത്. പക്ഷെ പാണിയേലി പോരിലേക്ക് നമുക്ക് ഇപ്പോൾ പോകാൻ പറ്റില്ല. അത് എക്കോ ടൂറിസം ഇതായതുകൊണ്ട് തന്നെ അവിടെ ഇപ്പോൾ വെള്ളം കൂടുതലായതുകൊണ്ട് ആളുകളെ അവിടെ ഇറക്കുന്നില്ല. സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ആളുകളെ ഇറക്കുന്നില്ല. കാരണം അവിടെ അപകട സാധ്യതയൊക്കെയുള്ള ഏരിയയാണ്. അപ്പൊ നമ്മളിവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും നല്ല മൂഡായതുകൊണ്ട് തന്നെ എന്ത് കിട്ടിയാലും ആസ്വദിക്കുക എന്നൊക്കെ പറയില്ലേ, അതേപോലെയുള്ള ഇവിടുത്തെ റിസോർട്ടിന്റെ ആ ഒരു എല്ലാ ഫെസിലിറ്റീസും നമ്മളിങ്ങനെ ആസ്വദിച്ച്, കിട്ടുന്ന ഫെസിലിറ്റീസ് എന്തൊക്കെയാണോ അതെല്ലാം ആസ്വദിച്ച് തന്നെ എല്ലാവരും ആ ഒരു മൂഡിലായിരുന്നു കേട്ടോ. അപ്പോ ഞങ്ങൾ വന്ന് കയറിയ ഉടനെ തന്നെ ഞങ്ങൾക്ക് മഴയൊക്കെ കിട്ടിയിട്ടോ. നല്ല തണുത്ത അന്തരീക്ഷം, നല്ല തണുത്ത അന്തരീക്ഷം. അപ്പൊ നേരെ പൂളിലേക്ക് പോയി ചാടാൻ പോലെ എന്നാ ചെല്ല് ചാടിക്കോ. ഈ പാണിയേലി പോര് പ്രദേശമൊക്കെ ഉണ്ടല്ലോ, ശരിക്കും ഒരു വനത്തിനോട് ചേർന്ന മേഖലയാണ് എങ്കിലും ശരിക്കും പറഞ്ഞാൽ ഇവിടെയൊക്കെ പണ്ടത്തെ കുടിയേറ്റ കർഷകര് കയറി വന്നതിന്റെ ഇതാണ് കാണുന്നത് കേട്ടോ. ഇവിടെയാണെങ്കിൽ ഈ റിസോർട്ടിലാണെങ്കിലും നല്ല വലിയൊരു ജാതിമരം നിൽക്കുന്നതാണ്ടോ. ആ മഴയുടെ പശ്ചാത്തലത്തിൽ ആ ജാതിക്ക കാണാൻ തന്നെയുള്ള ഭംഗിയില്ലേ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു കാലഘട്ടത്തിൽ ഈ വനാതിർത്തി മേഖലകളിലേക്ക് കുടിയേറിയ കർഷകരുടെ കഠിന അധ്വാനത്തിൻ്റെ ഫലം കൂടിയാണ് ഈ പ്രദേശങ്ങളെല്ലാം തന്നെ. വനമേഖലയാണ് എങ്കിലും അതിനോട് ചേർന്ന് തന്നെ കൃഷി ചെയ്ത് ജീവജീവനം നടത്തുന്ന ധാരാളം ആളുകൾ ഇവിടെ ഈ പരിസരങ്ങളിലൊക്കെ, ഈ ഗ്രാമാന്തരങ്ങൾ പോലെ ഇവിടെയൊക്കെ വസിക്കുന്നുണ്ട് കേട്ടോ. ഈ കോൺഫറൻസ് ഹാള് പോലെ തന്നെയുള്ള ധാരാളം ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു ആകർഷണം എനിക്ക് തോന്നിയത് ഈ പൂളാണ്. നല്ല വിശാലമായ ഒരു പൂള്. പിന്നെ ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ മൊത്തം ഒരു തണുത്ത അന്തരീക്ഷമൊക്കെ തന്നെയാണ്. എന്നാലും എല്ലാവരും പൂളിൽ വന്നപ്പോൾ തന്നെ പൂളിലേക്ക് ഇറങ്ങി കേട്ടോ. അതേപോലെ തന്നെ പിന്നെ ഈ മഞ്ഞൊക്കെയുള്ള സമയമൊക്കെയാണെന്നുണ്ടെങ്കിൽ നന്നായി കോടയൊക്കെ കയറുന്ന ഒരു പ്രദേശങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയെല്ലാം. അപ്പോൾ ആ ഒരു അന്തരീക്ഷത്തിലൊക്കെ നന്നായി ആലോചിച്ച് നോക്കി, അടിപൊളിയല്ലേന്ന്. ഡാക്കിട്ട് കൊടുക്കടാ. പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ, നമുക്കിന്ന് പോണ്ടേ? എന്റെ ഒരു കൈ എവിടെയാണ്? രണ്ടൂന്ന് കൈയായിട്ട് വന്നേന്. രക്ഷയില്ല, വെള്ളത്തിലിറങ്ങല്ല, വെള്ളത്തിലിറങ്ങല്ല. ഇറങ്ങണം കഴിച്ചിട്ട്. ഓക്കെ, ഇറങ്ങല്ലോ, വെള്ളത്തിലിറങ്ങുന്നില്ലേ? ഫുഡ് കഴിച്ചിട്ട് വെള്ളത്തിലിറങ്ങും കുറച്ച് കഴിയുമ്പോ. എങ്ങനെയുണ്ട് വിസ്പെയറിൽ വന്നിട്ട്? അടിപൊളിയാണ്, രസമാണ്, ഇഷ്ടപ്പെട്ടു. വെള്ളത്തിലേക്ക് ഇറങ്ങുന്നില്ലേ? വെള്ളത്തിലേക്ക് തൽക്കാലം ഇറങ്ങാൻ ഉദ്ദേശമില്ല. ഉച്ച കഴിഞ്ഞ് നോക്കാം, ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട്. എന്താ പറയണ? നന്നായിട്ടുണ്ട്. വിസ്പെയറിംഗ് വാട്ടറിന്റെ ശ്രദ്ധയ്ക്ക് രാഷിദ ഒരു അഗോസ്റ്റിൻ ഇതാ കട്ട് പറിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് തന്നതാണ്, സ്നേഹം കൊണ്ട് അവർ തന്നതാണ്. വളരെ വില കൂടി കഴിച്ചിട്ടാണ്. റിസോർട്ട് മുഴുവൻ ചുറ്റിക്കാണുന്നതിന് നമുക്ക് ഈ സൈക്കിൾ എന്തായാലും ഉപകാരപ്പെടും കേട്ടോ. ഇതേപോലെ തന്നെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസുകൾ ഇവിടെയുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള ധാരാളം ഗെയിമുകൾ ഇവിടെയുണ്ട്. ടേബിൾ ടെന്നീസ് ആയാലും അല്ലെങ്കിൽ അതേപോലെ ഒരുപാട് ഗെയിമുകൾ എല്ലാ റിസോർട്ടുകളിലും ഉള്ള പോലെയുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. പിന്നെ ഓരോരുത്തർക്കും എന്താണോ ഇഷ്ടപ്പെടുന്നത് ആ ഒരു ഇതിലേക്ക് ആക്ടിവിറ്റീസിൽ ഏർപ്പെടും എന്ന് മാത്രമേ ഉള്ളൂ. ചിലർ വർത്താനം പറഞ്ഞിരിക്കും, ചിലർ മറ്റുള്ള എന്തെങ്കിലും ഗെയിമുകളിലൊക്കെ ഏർപ്പെടും. ഞാനിങ്ങനെ മാറിക്കോളാം.
വിസ്പെയറിംഗ് വാട്ടറിന്റെ ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് വിഭവങ്ങളുള്ള മീൻ വറുത്തുണ്ടായിരുന്നു, ബീഫ് ഫ്രൈ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ചിക്കൻ, അങ്ങനെ ഒരുപാട് സൂപ്പ്, അങ്ങനെ ഒരുപാട് വിഭവങ്ങളൊക്കെയുള്ള നല്ല ഒരു സദ്യ തന്നെയായിരുന്നു കേട്ടോ ഇവിടെ അറേഞ്ച് ചെയ്തിരുന്നത്. അപ്പോൾ പിന്നെ എല്ലാവർക്കും പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരും പല ടേസ്റ്റ് ഉള്ളവരും ഒക്കെയാണല്ലോ. അപ്പോൾ അങ്ങനെ എല്ലാവരും, എന്നാലും പൊതുവായി എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ തന്നെയാണ് ഫുഡിനെ കുറിച്ച് പറഞ്ഞത്. റിസോർട്ടിൽ നമ്മൾ റൂം ബുക്ക് ചെയ്യുമ്പോൾ തന്നെ അതിനോട് അനുബന്ധിച്ച് തന്നെ പാണിയേലി പോരുങ്ങടം കൂടി ഉൾപ്പെടെ അവർ ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് കേട്ടോ. അപ്പോൾ ആ പാണിയേലി പോര് എന്ന് പറയുന്നിടത്തേക്ക് നമുക്ക് ഏതായാലും പോകാൻ പറ്റിയില്ല, കാരണം അവിടെ വെള്ളം ഒരുപാട് കയറി കിടക്കുന്ന ഒരു സമയമായിരുന്നത് കൊണ്ട് അങ്ങോട്ടേക്ക് അവിടെ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. ഇത് നമ്മുടെ റിസോർട്ടിനോട് ചേർന്ന് തന്നെയുള്ള ആ ഒരു പെരിയാറിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ജസ്റ്റ് ഞങ്ങൾ അവിടെ വരെ ഒന്ന് നടന്നു പോയപ്പോൾ എടുത്ത ഭാഗങ്ങളാണ് കേട്ടോ. വളരെ മനോഹരമായി. ശരിക്കും പാണിയേലി പോരിൽ നമ്മൾ പോയില്ലെങ്കിൽ പോലും ആ ഒരു നഷ്ടം നമുക്ക് തോന്നിയില്ല. ഇപ്പൊ നിങ്ങൾ കണ്ട വെള്ളച്ചാട്ടം, ആ ഒരു ഭാഗം കണ്ടല്ലോ, അതാണ് അവിടെ നിന്ന് നോക്കുമ്പോഴുള്ള പാണിയേലി പോരിൻ്റെ ഇത്. ഇനി നമ്മളിപ്പോൾ ഈ കാണിക്കുന്ന ഭാഗങ്ങളെല്ലാം തന്നെ പാണിയേലി പോരിൽ ഞാൻ പോയി എടുത്ത ആ ഒരു ഭാഗങ്ങളാണ് കേട്ടോ. നമ്മൾ ശരിക്കും ഈ ട്രിപ്പ് വന്നപ്പോൾ വന്ന് എടുത്തതല്ല, അല്ലാതെ നമ്മൾ പോയപ്പോൾ എടുത്ത ഭാഗങ്ങളാണ്. ഈ പാണിയേലി പോരിൻ്റെ എൻട്രൻസ് ആണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ആ ഒരു എൻട്രൻസും അല്ലെങ്കിൽ ആ ഒരു കയറി വരുന്ന ഭാഗങ്ങളൊക്കെ തന്നെ വളരെ മനോഹരമായ ഒരു പശ്ചാത്തലം തന്നെ. കാട് എന്ന് പറയുന്ന അതിൻ്റെ ആ ഒരു തീവ്രത കാണിച്ചു തരുന്ന ആ ഒരു ഇരുണ്ട ഒരു പ്രകൃതി തന്നെയാണ് ഇവിടെ എപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുക. അതിനോടനുബന്ധിച്ച ഒരു ഭാഗം പോലെ തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾ ഈ വന്ന് നിൽക്കുന്ന ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് തന്നെ. ആ ഒരു വള്ളമൊക്കെ കിടക്കുന്നുണ്ട്. ഇതിന് തൊട്ട് ചേർന്ന് തന്നെ ഒരുപാട് ഹോം സ്റ്റേകൾ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ ചിലപ്പോൾ അറേഞ്ച് ചെയ്ത കുറച്ച് കൊട്ടവഞ്ചിയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവിടെ കിടക്കുന്നത് കണ്ടു. അപ്പോൾ വെള്ളം കുറവുള്ള സമയത്ത് ചിലപ്പോൾ അവർ എന്തെങ്കിലും അറേഞ്ച് ചെയ്തതാണോ എന്ന് എനിക്കറിയില്ല. അതല്ലെങ്കിൽ തന്നെ ഈ തൊട്ടടുത്ത് കുറേ വീടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്നതൊക്കെ വീടുകളാണ്. അപ്പോൾ അവർ ചിലപ്പോൾ പുഴയിലേക്ക് മീൻ പിടിക്കാനോ അങ്ങനെയുള്ളതിനോ ഒക്കെ പോകുന്ന ഒരു ഇതൊക്കെ ആയിരിക്കും അത്. അപ്പോൾ നമ്മൾ വിസ്പെയറിംഗ് വാട്ടറിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് കടന്നു പോകുന്നതാണ് കേട്ടോ. പാണിയേലി പോരൊക്കെ വരുന്നൊരു ഭാഗമാണ്. പുഴയിലിപ്പോൾ നല്ല വെള്ളമാണ്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് അറിയാം എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് കടന്നു ഇങ്ങോട്ട് പോകുന്നതാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയല്ലായിരുന്നു എല്ലാവർക്കും? അടിപൊളിയല്ലേ? എന്നാൽ നമുക്ക് അപ്പുറത്തേക്ക് പോയി നോക്കാം. ഈ ഭാഗങ്ങളും അതിനോട് തൊട്ട് ചേർന്ന് തന്നെയുള്ള മനോഹരമായ പെരിയാറിന്റെ ആ ഒരു തീരങ്ങളുടെ ഭംഗി വിളിച്ചോതുന്ന രീതിയിലുള്ള സ്ഥലങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്തേ കണ്ടില്ലേ, കൊട്ടവഞ്ചികളൊക്കെ നല്ല അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ. അതൊക്കെ ഹോം സ്റ്റേക്കാർ ചെയ്തു വെച്ചിരിക്കുന്നതാവാം. അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മീൻ പിടിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നാട്ടുകാർ ചെയ്തു വെച്ചിരിക്കുന്നതും ആവാം. പക്ഷെ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങി കുളിക്കാനൊന്നും നിൽക്കരുത്. കാരണം അത് അപകടങ്ങൾ വിളിച്ചോതും, അടിയൊഴുക്കുകളും അതുപോലെ തന്നെ ഈ തിട്ടിന് തൊട്ടപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ നല്ല ആഴവും ഒക്കെ ഉണ്ടാവും, കല്ലുകളും എല്ലാം ഉണ്ടാവും. വെള്ളം തീരെ കുറവുള്ള സമയങ്ങളിലുണ്ടല്ലോ ഈ പുഴ നീന്തി കടന്ന് ധാരാളം ആനകൾ എല്ലാ ദിവസവും എന്ന് പറയുന്നത് പോലെ തന്നെ ഇപ്പുറത്തേക്ക് കടന്നു വരും. പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിലൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ആനകൾ നീന്തി കടന്നു വരുന്ന ഒരു ഭാഗങ്ങളൊക്കെ തന്നെയാണ് ഇതും. ഈ റിസോർട്ടിനോട് ചേർന്നുള്ള ഭാഗങ്ങളും എല്ലാം തന്നെ. ഈ വെള്ളം കാണുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവില്ല എങ്കിലും ഇവിടെയൊക്കെ ധാരാളം ചതിക്കുഴികൾ ഉണ്ട് കേട്ടോ. പാണിയേലി പോരിൻ്റെ പരിസരമായാലും ഈ ഭാഗങ്ങളിലൊക്കെ ധാരാളം ചതിക്കുഴികൾ ഉള്ളതാണ്. അപ്പോൾ ടീം ഔട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് വിസ്പെയറിംഗ് വാട്ടറിൽ ഞങ്ങളുടെ വിസിറ്റ് കഴിഞ്ഞ് ഞങ്ങൾ ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ അതിനു മുൻപ് ഒരു കാര്യം കൂടി, ഇതിന് ശേഷം നമ്മുടെ ഇതിന് തൊട്ടടുത്തുള്ള 2 വ്യൂ പോയിന്റിൽ കൂടി ഞാൻ ജസ്റ്റ് പോയിരുന്നു. 2 വ്യൂ പോയിന്റ് എന്ന് പറയുമ്പോൾ ചെറിയ 2 വ്യൂ പോയിന്റ്. അപ്പോൾ അതിൻ്റെ ചെറിയ ഒരു കാഴ്ചകൾ, 2 മിനിറ്റ് കാഴ്ചകൾ കൂടി കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ പുലിയണിപ്പാറയ്ക്ക് പോണ വഴിക്കുണ്ടല്ലോ നല്ലൊരു കരവിരുത് കണ്ടു കേട്ടോ. ശരിക്കും ഒരു ആനയുടെ ഒരു ശില്പം പോലെ തന്നെ കണ്ടോ. മനു അതിൻ്റെ മുകളിൽ കയറി നിൽക്കുന്നുണ്ടേ.
പാപ്പാനെ ഒരു കാല് മടക്കി വെച്ചിട്ട് താഴത്തേക്ക് ഒരു കാലിട് എന്നിട്ട് മറ്റേ കാല് ചുമ്മാ പിന്നെ ഒരു ട്രിപ്പായിരുന്നു ഇത്. പല ബാച്ചുകളായിട്ടാണ് ഞങ്ങൾ വന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ആ ട്രിപ്പ് അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ പോയ റിസോർട്ട് വിസ്പെയറിംഗ് റിസോർട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ചെറിയ 1-2 വ്യൂ പോയിന്റുകളിൽ പോയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല നല്ല വീഡിയോകളുമായിട്ട് ഇനിയും കാണാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കേ.